ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് മകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് പിതാവ് രാജീവ്. മകൻ അഭയ രാജീവിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും നീതി കിട്ടിയിട്ടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അതേസമയം യുവാവ് നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസിന്റെ വാദം. എനിക്കിപ്പം ഈ അഭയുടെ പിതാവായിട്ടുള്ള രാജീവ് കൂടി ചേരുകയാണ്. എന്തായിരുന്നു സത്യത്തിൽ സംഭവം? ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ നിന്ന് മോൻ ബൈക്കിൽ എൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പോൾ വരുന്ന വഴി പൊന്മാങ്കൽ എന്ന് പറഞ്ഞ ബസ്, അത് ശരിക്കും ബസ് റൂട്ടില്ലാത്ത ഓൾഡ് MC റോഡിൽ കൂടി വളരെ വേഗത്തിൽ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ച് എൻ്റെ മകൻ്റെ വണ്ടിയിൽ തട്ടേണ്ടതായിരുന്നു. ഈ ബസ് വന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നിന്ന സമയം മോൻ വന്ന് ബൈക്ക് ഡ്രൈവറുടെ സൈഡിൽ നിർത്തിക്കൊണ്ട് താൻ എവിടെ നോക്കിയോടെ വണ്ടി ഓടിക്കണം, മനുഷ്യനെ കൊല്ലാൻ മറക്കണോ എന്നൊക്കെ 5-6 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഡ്രൈവർ ഇവനെ 2 പ്രാവശ്യം കാല് വെച്ച് ചവിട്ടാനായിട്ട് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞ് നീ എവിടെ നിൽക്കണം, നിനക്കിട്ടുള്ള പണി വരുന്നുണ്ടാ എന്ന് പറഞ്ഞ് ഈ ഫോൺ ചെയ്തുകൊണ്ട് ആരെയോ ഫോൺ ചെയ്തിട്ട് പോലീസിനെ അയക്കും. ഈ സമയത്ത് നമ്മുടെ ഏറ്റുമാനൂർ SHO അൻസിലും കൂടെ 4 പോലീസുകാർ, അതിൽ SHO അൻസിലും നമ്മുടെ ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്ന രഞ്ജിത്ത്, ഇവർ രണ്ടും മാത്രമേ ഈ യൂണിഫോം ഉള്ളൂ. ബസ്സിലേക്ക് തിരിഞ്ഞ് നിന്ന മോനെ അവിടെയായിട്ട് ഇടിക്കുക. അവനെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവനെ അവിടെയായിട്ട് ഇടിച്ച് കൂട്ടിയിട്ടാണ് നേരെ വണ്ടിയുടെ ഈ പോലീസ് ജീപ്പിൻ്റെ പുറക് ഡോറ് തുറന്ന് അതിലേക്ക് തള്ളിയിടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ CIയും പോലീസുകാരോട് ചെന്ന് മോൻ്റെ ബൈക്ക് എടുത്ത് നിലത്തിട്ട് ചവിട്ടി മറിച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ കയറുന്ന ലൈറ്റും ടാങ്കൊക്കെ ചവിട്ടി പൊളിച്ചു. ഈ സമയത്ത് ഞാൻ ഇവനെ മോനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാറേ പപ്പ വിളിക്കുന്നുണ്ട് സാറേ, ഞാനൊന്ന് ഫോൺ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് CI ഇറങ്ങി വന്നിട്ട് നേരെ ഇവൻ്റെ കയ്യിരുന്ന മൊബൈൽ ഫോൺ ബലമായി പിടിച്ച് മേടിച്ച് ആ റോഡിൽ അത്രയും ജനങ്ങളെ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുകയുണ്ടായത്. നേരെ കൊണ്ടുപോയിരിക്കുന്നത് ഏറ്റുമാനൂർ നമ്മുടെ പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു മീഡിയേഷൻ സെല്ലുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആ ക്യാമറയിൽ നീ എടുത്തതിൽ അത്ര ക്ലിയർ അല്ലെങ്കിൽ കാണാം ഇവനെ അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത്. ഈ പോലീസ് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷമായിട്ട് ഈ അഭയ് റൗഡി സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു, സംഘത്തിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ മകൻ ഇവിടുത്തെ റൗഡി ലിസ്റ്റിലുണ്ടെന്ന് അറിയുന്നത്. അതിന് കാരണം പറയണത് കോളേജിൽ പഠിക്കുമ്പോൾ കലാലയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് 2 കേസിൽ അവൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു കേസിൽ മകൻ ശരിക്കും സംഭവ സ്ഥലത്ത് പോലും ഇല്ലാത്തതാണ്. എൻ്റെ മകൻ ഇവരുടെ സർവേലൻസിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പഴയ ഡേറ്റ് ഇട്ടിട്ട് ഓരോന്ന് ഇവരെഴുതി ഓരോ 2 ആഴ്ച അല്ല ഓരോ മാസം ഇവർ വന്ന് എൻ്റെ വീട് പരിശോധിച്ചു, എൻ്റെ മകനെ കണ്ടു, ചെക്ക്ഡ് റൗഡി സീൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ എഴുതി തയ്യാറാക്കി ഉണ്ടാക്കിയിരിക്കുമോ. പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മകനും ഞങ്ങളും ആശുപത്രി അഡ്മിറ്റ് ഉള്ളപ്പോഴും ഇവരിവിടെ പോലീസ് ഇവിടെ വന്ന് കണ്ടു, എൻ്റെ മകനെ കണ്ടു സീൻ എന്നും പറഞ്ഞ് റെക്കോർഡ് ഉണ്ടാക്കിയിരിക്കുന്നു. CIയും DYSP SP എല്ലാം ചേർന്ന് നമ്മളെ ഇവനെ റൗഡിയാക്കി അവനെ കാപ്പയും കൂടി ചുമത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് കാപ്പ ചുമത്തുന്ന ഈ സംഭവത്തിന് ശേഷമാണ്. മറ്റേ ഈ സംഭവം നടക്കുന്നത് മാർച്ച് 20-ന്, കാപ്പ ചുമത്തുന്നത് ജൂലൈ മാസം 16-ാം തീയതി. ഇത്തരത്തിലൊരു ശത്രുത പ്രതികാരമൊക്കെ തോന്നുന്ന കാര്യം എന്തായിരിക്കും നിങ്ങളുടെ? സാറേ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയില്ല, അവനും അറിയില്ല. ഇത് CIക്കും പോലീസുകാർക്കും പറ്റിയൊരു തെറ്റ്. പക്ഷേ ഈ ചെയ്ത തെറ്റ് മറയ്ക്കാനായിട്ട് പിന്നെ ഞങ്ങളുടെ നെഞ്ചത്ത് കയറുക. എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഈ സംഭവം 20-ാം തീയതി നടക്കുന്നു. 21-ാം തീയതി ഞാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു. എന്നെ ഈ പറഞ്ഞ അവിടെയുള്ള 20ഓളം പോലീസുകാർ വട്ടം കൂടി ലാസ്റ്റിനോട് പറഞ്ഞ് റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും കൂടി വന്നു. എൻ്റെ ചേട്ടൻ റിട്ടയർഡ് DYSP ആണ്. ചേട്ടനും കൂടി വന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. അപ്പോൾ ഇവരെന്നെ ചെയ്ത് ഞങ്ങളെ കോംപ്രമൈസിലേക്ക് എത്തിച്ചു. എന്നിട്ട് മോനെ വിളിപ്പിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞ് അവനോട് ഭീഷണിപ്പെടുത്തി, അതായത് നിന്നെ അച്ഛനെ ഒരു സെല്ലിലടയ്ക്കും, നിന്നെ അന്നേ പറഞ്ഞ പുള്ളി പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്, കാപ്പയും മുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ്. 23-ാം തീയതി വൈകിട്ട് ഈ നമ്മുടെ പൊന്മാങ്കലിലെ ഡ്രൈവറെ വിളിച്ചു വരുത്തിയിട്ട് മോൻ ഡ്രൈവറെ ഹെൽമെറ്റിനടിച്ചു, വധഭീഷണി മുഴക്കി എന്നൊക്കെ പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പിട്ട് അവനെതിരെ FIR ഇട്ട്. ഇതൊക്കെയാണ് അഭയുടെ കുടുംബം പറയുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്.